വയനാട് കൽപ്പറ്റ പുൽപ്പാറ എസ്റ്റേറ്റിൽ വീണ്ടും പുലി സാന്നിധ്യം. അർദ്ധരാത്രിയിലാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എസ്റ്റേറ്റിലെ കാട് വെട്ടിത്തെളിക്കാത്തതാണ് വന്യമൃഗശല്യത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ടി അനീസ് അലി ചേരുന്നുണ്ട്. അനീസ്, ഇത് ഏതു ഭാഗത്താണ് കണ്ടെത്തിയിരിക്കുന്നത്? നേരത്തെ വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്ത ഭാഗമാണോ? തെരച്ചിൽ എങ്ങനെ നടക്കുന്നു? വനംവകുപ്പ് ഇന്നലെ ഈ പുലിയെ കണ്ട സമയത്ത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. രാവിലെ തെരച്ചിൽ നടത്താമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഈ പ്രദേശം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുലിയെ കാണുന്നൊരു സ്ഥലം തന്നെയാണ്. കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. കൽപ്പറ്റ ടൗണിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ പുലിയെ കണ്ടിട്ടുള്ളത്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോട് കൂടിയാണ് പ്രദേശത്തോട് പോവുകയായിരുന്ന ആളുകൾ പുലിയെ കണ്ടത്. നേരത്തെയും ഈ സ്ഥലത്ത് പുലിയെ കണ്ടിട്ടുണ്ട്. വലിയ തരത്തിൽ ഉള്ള ഒരു ഭീഷണിയായി ആക്രമണം ഒന്നും പുലിയുടെ ഭാഗത്തുനിന്ന് ായിട്ടില്ല. നേരത്തെ ചില മൃഗങ്ങളെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ആനപ്പാറ എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ ഭാഗം. എന്തായാലും അവിടെ ഒരു പുലി ഉണ്ട് എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ആ എസ്റ്റേറ്റ് കാട് പിടിച്ച് കിടക്കുന്നതാണ്. അത് വെട്ടിത്തെളിയിക്കാത്തതാണ് ഇങ്ങനെ ഒരു പുലി ഇറങ്ങാനുള്ള കാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരെന്തായാലും ഈ എസ്റ്റേറ്റ് വെട്ടിത്തെളിക്കണമെന്നും അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഒരു സുരക്ഷിത രീതിയിൽ അതിലെ കാട് മൂടി കിടക്കുന്ന ഭാഗമൊക്കെ വെട്ടിത്തെളിച്ച് സുരക്ഷിതമാക്കണമെന്നും നാട്ടുകാർ നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ആ പ്രദേശത്ത് പുലിയെ കണ്ടു എന്നതോടുകൂടി വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഉള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ നടത്തിയ തെരച്ചിലിൽ പുലിയെ പിന്നീട് കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ പുതിയ അതായത് ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ടൗൺഷിപ്പ് 2 ടൗൺഷിപ്പുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഒന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ മറ്റൊന്ന് മേപ്പാടി ഭാഗത്തുമാണ്. ഏതായാലും ഈ 2 എസ്റ്റേറ്റുകളിൽ ഒന്നിൽ ആണ് ഇപ്പോൾ പുലിയെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഒരു ടൗൺഷിപ്പൊക്കെ വരികയാണെങ്കിൽ അതിന് മുമ്പായി ഇവിടെ പൂർണ്ണമായ സുരക്ഷിതത്വം ഒരുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ട വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കും. കാരണം ഈ കാട് മൂടി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് തന്നെ ആയിരിക്കും അത്തരത്തിലൊരു നടപടികളിലേക്ക് പോവുക. അതൊരു വലിയ ഭീഷണിയായി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി പുലിയെ കണ്ടതോടുകൂടി പ്രദേശവാസികൾ വലിയ ഭീതിയിലായിട്ടുണ്ട്. ശരി അനീസ്.